കാസർഗോഡ് കമ്പല്ലൂരിലെ യുവതിക്ക് നേരെ ആസിഡ് എറിഞ്ഞു. ഈ സംഭവം കാസർഗോഡ് കമ്പല്ലൂർ സജ്ജന സ്റ്റോർ ഉടമ KG ബിന്ദുവിൻ്റെ നേരെയാണ് ആസിഡ് എറിഞ്ഞത്. KG ബിന്ദുവിന് ഏകദേശം 47 വയസ്സുണ്ട്. അവരവിടെ ഒരു വ്യഞ്ജനക്കട നടത്തുകയാണ്, അല്ലെങ്കിൽ സഞ്ജന സ്റ്റോർ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. 47 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ അടുത്ത് ഒരാത്തൻ സ്ഥിരമായിട്ട് വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. നാട്ടുകാരൻ തന്നെയാണ്. അയാൾ ഇവരെ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിടിക്കുകയും അങ്ങനെ ഒരു ശല്യമായിട്ട് വന്നപ്പോൾ അവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. രതീഷ് എന്ന ഒരാളാണ് ഈ ശല്യം ചെയ്യുന്നത്. ഇവരുടെ കടയുടെ അടുത്ത് തന്നെയുള്ള ആളാണ്. പോലീസ് ഇയാൾക്ക് നോട്ടീസ് കൊടുത്തു. ഇയാൾ ഹാജരാകാൻ പറഞ്ഞു. ആ സ്ത്രീയെക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ ഇയാളെ വിളിച്ചു. ഇയാളിപ്പം ചെയ്തത്, ഇയാളൊരു 10:30 ആയപ്പം സഞ്ജന സ്റ്റോറിൻ്റെ അടുത്ത് ഒരു 2 വീലറിൽ വന്നു. അതിനുശേഷം ഇയാൾ ആ കടയുടെ പുറകോട്ട് പോകുന്നത് കണ്ട് നാട്ടുകാർ. അവർ പരാതി കൊടുത്തെന്ന് ചിലർക്കൊക്കെ അറിയാം, എങ്കിലും ആ കടയുടെ പുറകോട്ട് പോകുന്നതിന് എന്താ കുഴപ്പം? ഇയാൾ ആ 2 വീലർ റോഡിൻ്റെ കടയുടെ കുറേ മാറി റോഡ് സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ പുറകോട്ട് പോയി. പുറകിലെ കടയ്ക്കകത്തോട്ട് കയറി കയ്യിലിരുന്ന ആസിഡ് അവരുടെ ദേഹത്തോട്ട് മുഖത്തോട്ട് ഒഴിച്ചു. അവർ അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിച്ചു. ആസിഡാണ്. ആളെല്ലാം ഓടിക്കൂടിയപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി. ഇയാൾ അയാളുടെ 2 വീലറിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. രാവിലെ 10:30ക്കാണ് സംഭവം. രതീഷ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഏകദേശം 39-40 വയസ്സുണ്ട്. ഇയാളേലും ഒരു 8 വയസ്സിന് മൂപ്പാണ്. കട ഉടമ KG ബിന്ദു. എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നത്, എന്ത് കാര്യത്തിനാണെന്നൊന്നും ഇപ്പം വ്യക്തമല്ല. എങ്കിലും അവർ ഈ ശല്യം കൂടി വന്നപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ കാസർഗോഡ് പരാതി കൊടുത്തു. ഇയാൾ ഇവിടുന്ന് ഇറങ്ങി ഓടി. ഇവരെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് അവരെ ആശുപത്രി കൊണ്ടുപോയി. അവരെ ഇപ്പം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. മുഖത്തും ശരീരത്തും അവിടെ പല സ്ഥലത്തും അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുകയാണ് അവർ. എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇയാൾ അവിടുന്ന് ഓടി, അവിടുന്ന് ബൈക്കിൽ രക്ഷപ്പെട്ടു. 11 മണി ആയപ്പം ഇയാൾ അവിടെ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ബിന്ദുവിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ നാട്ടുകാർ കൊണ്ടുപോയി. അവർ മുഖത്തും ശരീരത്തും എല്ലാം പൊള്ളലേറ്റിട്ടുണ്ട്. 10:30 സംഭവം ഉണ്ടായി. 11:30 ആയപ്പം ഇയാൾ കമ്പല്ലൂർ അടുത്ത് കൊല്ലാടയിൽ പോയി ഇയാൾ തൂങ്ങി മരിച്ചു. ആ തൂങ്ങി മരിച്ചതിൻ്റെ അടുത്ത് ഇയാളുടെ 2 വീലർ ഇരിപ്പുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. അവരോട് മോശമായി പെരുമാറുന്ന മറ്റു ദുരുദ്ദേശത്തോടെ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ പരാതി കൊടുത്തത് തന്നെ. പക്ഷേ ഇവരെ ആസിഡ് ഇവരുടെ മുഖത്ത് എറിയണം, അല്ലെങ്കിൽ ഇവരെ ആസിഡ് കൊണ്ട് പൊള്ളിച്ച് ഇവരെ കൊല്ലണം, ആ ഉദ്ദേശത്തിൽ തന്നെ വന്നു. അതിന് ചില തയ്യാറെടുപ്പുകൾ ഇയാൾ നടത്തി. ഇയാളുടെ 2 വീലറിൽ ആസിഡ് സൂക്ഷിച്ചു വെച്ചു. അത് കൂടാതെ ഒരു കയറൂടെ വാങ്ങിച്ചു വെച്ചു. കാരണം പിടി വീഴാതെ ഓടി രക്ഷപ്പെട്ടു പോയി ആത്മഹത്യ ചെയ്യാനാണ്. അങ്ങനെ ഇയാൾ 1 മണിക്കൂറിനുള്ളിൽ രതീഷ് പോയി ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ്. അയാൾ കമ്പല്ലൂർ തന്നെ അടുത്തൊരു സ്ഥലമുണ്ട്, കൊല്ലാട, അവിടെ പോയി ആത്മഹത്യ. ഇതൊരു പ്രീ പ്ലാൻഡ് പ്രോഗ്രാമാണ്. എന്തിനാ ആ സ്ത്രീയെ ആസിഡ് മുഖത്തെറിഞ്ഞ് അവരെ പൊള്ളിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾ എന്തായാലും ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഇയാൾ തീരുമാനിച്ചു. ഇയാൾ പോയി സ്വയം ആത്മഹത്യ ചെയ്താൽ പോരെ. ആ സ്ത്രീയെ ഇതുപോലെ ഉപദ്രവിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇയാളുടെ
മാനസിക അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അയാൾ പോയി എന്തായാലും അയാൾ വിചാരിച്ച കാര്യം നടന്നില്ല ആ സ്ത്രീയുടെ അടുത്ത്. എന്നാൽ പിന്നെ അങ്ങോട്ട് ആത്മഹത്യ ചെയ്തേക്കാന്ന് വിചാരിച്ച് ചെയ്താൽ പോരെ, അവരെ പോയി ഉപദ്രവിക്കുന്നത് എന്തിന്? പക്ഷെ ഇതൊരു പ്രീ പ്ലാൻഡ് ആണ് പ്രോഗ്രാം. ഏതായാലും ആൾ മരിച്ചിരിക്കുന്നതുകൊണ്ട് കേസൊന്നുമില്ല. ഇവർ ഇനി ചികിത്സിച്ച് എങ്ങനെയെങ്കിലും അവരുടെ ശരീരത്തിലുള്ള ആ വടുക്കളും ശരീരത്തിലുള്ള ആ പാടുകളും അവർ വികൃതമായ മുഖമൊക്കെ, അല്ലാതെ മുഖത്തും ശരീരത്തിലും ഒഴിച്ചിട്ടുണ്ട്. അവരെ നശിപ്പിച്ചിട്ട് പോകാനാണ്, അവരെ കൊന്നിട്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം. KG ബിന്ദുവിൻ്റെ മുഖത്തും ശരീരത്തിലും ആ പൊള്ളലേറ്റ പാട് ഉണ്ട്. ക്രിട്ടിക്കൽ യൂണിറ്റിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആത്മഹത്യ ചെയ്യാനായിട്ട് ഇയാൾ കയറ് കൊണ്ട് നടക്കുകയാണ്. ഇയാൾ 2 വീലറിലെ കയറ് ഉരുക്കൊണ്ട് ആസിഡും അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെയുള്ള കുറേ വട്ടന്മാരെല്ലാം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ധാരാളം പേര് ഇതുപോലെ കാണുന്നുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ പോയി ആത്മഹത്യ ചെയ്യുക, അവരെ ആസിഡ് കൊണ്ട് അവരെ ഉപദ്രവിക്കുക. ഇതുപോലെ ഇടുക്കിയിലെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഓർമ്മ. അതൊരു ടീച്ചറാണ്. ടീച്ചറിനോട് വലിയ പ്രേമം ഒരുത്തിന് തോന്നി. അവൻ തിരുവനന്തപുരത്തുള്ളവനാണ്. അങ്ങനെ ടീച്ചറുമായിട്ട് ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ടീച്ചർ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പം ഇവൻ തിരുവനന്തപുരത്ത് ഒരു കാറ് പിടിച്ച് അവിടെ പോയി, അടിമാലിക്കടുത്ത്. അവിടെ ടീച്ചറിനോട് സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊന്നൊരു സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ സ്ഥലത്ത് വെച്ചിട്ട് ഇവൻ സംസാരിക്കുന്ന സമയത്ത് മുഖത്തോട്ട് ആസിഡ് ഒഴിച്ചിട്ട് ഇവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ നിലവിളിച്ചു. ആളെല്ലാവരും കൂടെ അവരെ ഹോസ്പിറ്റലാക്കി. വളരെയധികം സംഭവങ്ങൾ ഇതുപോലെ ഇന്ത്യൻ BNS-ലെ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സ്ഥലത്ത് ഇപ്പം ആസിഡ് കൊണ്ട് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ പ്രത്യേക വകുപ്പ് തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. ധാരാളം കേസുകൾ ഇപ്പം കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും വരുന്നത് കൊണ്ടാണ് ഇപ്പം കൃത്യമായി BNS-ലെ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലെ പകരമായിട്ട് വന്ന BNS-ൽ ആസിഡ് എറിഞ്ഞ് മുഖം വികൃതമാക്കുകയും കൊല്ലാൻ ശ്രമിക്കുന്നതിന് പ്രത്യേക വകുപ്പുകൾ വന്നിട്ടുണ്ട്. ഇയാൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ രതീഷിനെ എന്തായാലും ആള് മരിച്ചത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ആ കേസിനകത്ത് നിന്ന്. പക്ഷേ എന്തൊരു കൃത്യമാണ് അയാൾ ചെയ്തത്. ആ കയറുമായിട്ട് അയാളെ ഡിക്കിയിലെ 2 വീലർ ഡിക്കിയിൽ വെക്കുക, ആസിഡ് അവിടെ വെക്കുക, അവർ കാണാതെ പ്രതീക്ഷിക്കാതെ ആ കടയുടെ പുറകോട്ട് പോവുക. അത് വളരെ തന്ത്രപരമായി ബുദ്ധിപൂർവമായി അയാൾ ചെയ്തതാണ്. ഇതെല്ലാം ചെയ്തിട്ട് അവരെ നശിപ്പിക്കുമായിരുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ തൂങ്ങിച്ചത്തിരിക്കുന്നു. ആ സ്ഥലവും ഇയാൾ നേരത്തെ പോയി കണ്ടുവച്ചതാണ്. ആ തൂങ്ങാനുള്ള സ്ഥലവും കണ്ടുവച്ചു. ഇവരെ എറിയാനുള്ള സംഭവം എങ്ങനെയാണെന്ന് പുള്ളി പ്ലാൻ ചെയ്തു. തൂങ്ങുന്ന അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്ത് അവിടെ തൂങ്ങാനുള്ള സൗകര്യം കണ്ടുപിടിച്ച് വെച്ചു. അതിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കയറ് തപ്പണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും കയറ് നേരത്തെ വാങ്ങിച്ച് 2 വീലർ വെച്ചു. വളരെ രസകരമായിട്ട് നമുക്കിത് തോന്നും. പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൾ മരിച്ചിരിക്കുന്നു, പ്രതി. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോട് വൈരാഗ്യം തോന്നി അവളെ ഇനി വേറൊരാൾ ഇനി കല്യാണം കഴിക്കേണ്ട, ആ കുട്ടി ഇനി വേറെ ജീവിക്കേണ്ട, തൻ്റെ അടിമയായിട്ട് കിടന്നോണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ആസിഡ് എടുത്ത് മുഖത്തെറിയുന്നത്. ഇതൊക്കെ മാനസിക രോഗികളാണെന്ന് മാത്രമേ പറയാൻ ഒക്കുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവം കാസർഗോഡാണ് ഉണ്ടായത്. രതീഷ് എന്ന് പറഞ്ഞവന് 39 വയസ്സുണ്ട്. അവനെ ആ സ്ത്രീയെ ഉപദ്രവിച്ച് സ്ത്രീയെ ശല്യം ചെയ്ത് സ്ത്രീയോട് എന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ എന്ന് അറിയത്തില്ല. അവർക്ക് 47 വയസ്സുണ്ട്, മധ്യവയസ്സ് 50 വയസ്സ് അടുക്കാറായി. എന്തൊരു വികൃതമായ ഭാവനയിലാണ്, വികൃതമായ രീതിയിലാണ് ഇയാൾ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളെ പെരുമാറ്റം അങ്ങനെയായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ നാട്ടുകാർ പഠിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.